അല്ല, ബി ജെ പി ശരിക്ക് സാമൂഹ്യ മാധ്യമങ്ങളെ നന്നായി ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, കർശന നിയമങ്ങൾ വരുന്നു. പലതും ഇപ്പം നമുക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ. പലതിനെയും ഇടക്കാലത്ത് നിരോധിക്കുന്നു, ഇടക്കാലത്ത് അത് അതിനെ കോടതി വഴി അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നു. ആ രീതിയിലൊക്കെ പോകുന്നു. ഇപ്പം ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ആൾ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്കെതിരെ വീഡിയോകൾ ചെയ്ത, വളരെ ഫാക്ച്വലായി വീഡിയോ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ എത്രത്തോളം ഭയപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഒക്കെ എടുത്തു നോക്കും. അപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി ജെ പിയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയെ ഇഴകീറി പരിശോധിക്കുന്ന നിരവധി വീഡിയോകൾ, മീമുകൾ, ട്രോളുകളൊക്കെ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു പുതിയ ഒരു പ്രക്ഷോഭം എന്നാണ് ഇതിനെ പറയേണ്ടത്. അതിനൊരു പാർട്ടി എന്നല്ല പറയുന്നത്, ഒരു പ്രക്ഷോഭമാണ് ശരിക്കും അത്. അപ്പോൾ നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഇപ്പോൾ അടുത്തിടെ ഒരു കലാപം നടന്നു. ആ കലാപം നടന്നത് നേരിട്ടാണ് കലാപം നടന്നതെങ്കിലും അതിൻ്റെ തുടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു. അതിൻ്റെ ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ സംവരണം പറഞ്ഞു, അവിടെ ഒരു സംവരണത്തിനെതിരെ ആയിരുന്നു പ്രക്ഷോഭം. ചില കൂട്ടർക്ക് സംവരണം കൊടുക്കുമ്പോൾ മറ്റു ചിലർക്ക് നഷ്ടപ്പെടുന്ന സംവരണത്തെക്കുറിച്ച് ഓർത്തായിരുന്നു ആ പ്രക്ഷോഭം. അപ്പം ആളുകൾ വളരെ എന്താ പറയുക, സെൻസിറ്റീവായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് കളിയാക്കിയത് തൊഴിലില്ലാത്ത ആളുകളെയാണ്. ഈ തൊഴിലില്ലാത്ത ആളുകൾ സത്യം പറയുകയാണെങ്കിൽ അവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും ആളുകൾ ഈ ഒരു കേവലം ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയിൽ ഇത്രത്തോളം ആളുകൾ വെർച്വലായിട്ടെങ്കിലും അണിചേരുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഒരു സൂചനയല്ലേ? ആ സൂചന എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം വാഴ 2 സിനിമ ഉണ്ടല്ലോ, 2 സിനിമ. ഈ വാഴ സിനിമയിൽ പറയുന്നത് ഇത്തരം ഒന്നിനും കൊള്ളാത്ത ആളുകളുടെ പിന്നെ മനോവ്യഥകളും അവർ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ആ സിനിമയ്ക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് എന്താണ്? ആ സിനിമയിലെ പിള്ളേർക്ക് കിട്ടുന്നൊരു കയ്യടി എന്താണ്? അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഈ തൊഴിലില്ലാത്ത ഇത്രയും ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു സോഷ്യൽ മീഡിയ കാർഡ് കണ്ടു. ബംഗാളിൽ ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം കേരളത്തിൽ നിന്നുള്ള ബംഗാളികൾ തിരിച്ചുപോയി തുടങ്ങിയത്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളല്ലാതെ ഇവിടെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടോ? അങ്ങനെ ഒന്നുമില്ലാതിരിക്കുകയും ഇതുപോലെ പല അവകാശവാദങ്ങൾ മാത്രം മുഴക്കുകയും ചെയ്യുമ്പം ഈ പറയുന്ന ആളുകൾ, ജോലിയില്ലാതെ ഉഴലുന്ന ഈ പാവപ്പെട്ട യുവാക്കൾ എന്തായാലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇതൊരു സൂചനയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വിപ്ലവം വരും തീർച്ചയായും.